ഹായ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ക്യാമറ കാണിച്ചു തരാം. ഞാനിപ്പോൾ യൂട്യൂബ് വീഡിയോസ് ആയാലും ഇൻസ്റ്റയിൽ റീൽസ് ബാക്കി ഫോട്ടോസൊക്കെ എടുക്കുന്നത് ഇപ്പോൾ ഈ ക്യാമറ വെച്ചാണ്. ആദ്യം ഈ ഫോണിലായിരുന്നു. ഫോണിൽ നിന്ന് പിന്നെ ഞാൻ അപ്ഗ്രേഡ് ചെയ്ത് ഒരു ക്യാമറ മേടിച്ചു. ഇപ്പം എൻ്റെ നിലവിലുള്ള ക്യാമറ നിക്കോണിൻ്റെ C5 ആണ്. Z5 പ്ലസ് 50mm 1.8 ഞാൻ യൂസ് ചെയ്യണത് ലെൻസ്. പിന്നെ 2 കാർഡുണ്ട്. ഞാൻ വാങ്ങിയപ്പോൾ എനിക്ക് 1,30,000 രൂപയോളം ആയിട്ടുണ്ട് ചിലവ്. അതിൽ ഞാൻ ബോഡിയും പിന്നെ 2 ബാറ്ററി പിന്നെ ഒരു കാർഡ് പിന്നെ അഡാപ്റ്റർ അതാണ് എനിക്ക് കിട്ടിയത്. പിന്നെ ലെൻസ് ഞാൻ ആമസോണിൽ എടുക്കാൻ ചെയ്തത്. അതൊരു 19-20 രൂപയോളം ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ക്യാമറയുടെ ബാഗ് ഞാൻ സെപ്പറേറ്റ് മേടിച്ചാണ്. ക്യാമറ അപ്പോൾ കിട്ടിയതല്ല, ഞാൻ ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. ഒന്ന് ഓപ്പൺ ചെയ്യാം. ബാഗിലിപ്പോൾ ക്യാമറ വിത്ത് ലെൻസ്, പിന്നെ ഒരു ലെൻസ് ഹുഡുണ്ട്, പിന്നെ ഒരു ഫിൽറ്റർ മേടിച്ചിട്ടുണ്ടാവും ഞാൻ, ഫിൽറ്റർ. ഇത് ലോക്കലാണ്, വലിയ ഇതൊന്നുമില്ല, എന്നാലും കുറച്ചാൾ ഉപയോഗിച്ചു. ഇപ്പോൾ ഒരു ചെറിയ മൂടൽ പോലെ വന്നപ്പോൾ ഞാൻ ഇപ്പോൾ അത് അയച്ചു വെച്ചേക്കാം, ഇപ്പോൾ യൂസ് ചെയ്യണില്ല. പിന്നെ ഇതിൻ്റെ ക്യാപ്പ്, ലെൻസിൻ്റെ ക്യാപ്പ്. പിന്നെ ഇത് ബാറ്ററി, ഒരു ബാറ്ററി ഞാൻ ക്യാമറ ഇട്ടേക്കാം. പിന്നെ ഇത് ചാർജിങ് അഡാപ്റ്റർ. ഇപ്പോൾ ബാറ്ററിയുടെ ഒരു ക്യാപ്പ്. ഇത് പിന്നെ നമ്മുടെ ക്യാമറയുടെ ബോഡിയുടെ ആ ഒരു ക്യാപ്പാണ്, അഡാപ്റ്ററിൻ്റെയും ബോഡിയുടെയും. പിന്നെ ഞാൻ വാങ്ങിയത് ഇതൊരു യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്, നമ്മുടെ ക്യാമറ ക്ലീൻ ചെയ്യാനുള്ളത് ക്ലീനിങ് കിറ്റ്. ഇപ്പോൾ ഇത് നമുക്കിങ്ങനെ പ്രസ് ചെയ്ത് പൊടിയൊക്കെ കളയാനുള്ളൊരു സംഭവം. ഇതിൻ്റെ പേരെനിക്കറിയില്ല. ഇങ്ങനെ പ്രസ് ചെയ്തിട്ടുണ്ടോ കോട്ടൺ ഇതുപോലെ തുടയ്ക്കാനായിട്ട് ഒരു ബ്രഷ് ഉണ്ട്, നമുക്കിങ്ങനെ പൊടിയൊക്കെ വൈപ്പ് ചെയ്ത് തുടച്ച് കളയാനുള്ളത്. പിന്നെ ഇതിൽ തന്നെ ഒരു ക്ലീനിങ് സൊല്യൂഷൻ ഉണ്ടായിരുന്നു, ഒരു സ്പ്രേ പോലത്തെ. അപ്പോൾ അത് യൂസ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പം ഞാൻ മേടിച്ചിട്ടില്ല വേറെ. അത് നല്ലൊരു പ്രൊഡക്റ്റായിരുന്നു. നമുക്കിങ്ങനെ സ്പ്രേ ചെയ്തിട്ട് ഒരു ലിക്വിഡ് നമുക്ക് ക്യാമറയൊക്കെ വൈപ്പ് ചെയ്ത് ക്ലീൻ ആക്കാനുള്ളത്. പിന്നെ ക്യാമറയിലേക്ക് പോകുമ്പോൾ ഇതാണ് നിക്കോണിൻ്റെ C5. ഇത് 2 കാർഡ്സ്, ഒരെണ്ണം 64 GB ഒരെണ്ണം 128. പിന്നെ ഇത് 2 ബാറ്ററി. ഇത് ഞാൻ ഫുൾ ചാർജ് ചെയ്ത് കൊണ്ടുപോകാറ്, പക്ഷെ എനിക്ക് ഒരെണ്ണം നമുക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യം വരാറുള്ളൂ, ബാക്കി ഒരെണ്ണം ഫുൾ ചാർജോടെ കിട്ടാറുണ്ട്. ചാർജിങ് അത്യാവശ്യം കുഴപ്പമില്ല, നമുക്ക് നല്ല രീതിയിൽ ചാർജ് നിൽക്കുന്നുണ്ട്, വേറെ വിഷയമൊന്നുമില്ല. ആ വൈറ്റ് ഡോട്ട് കാണുന്നുണ്ടോ, ഈ വൈറ്റ് ഡോട്ട് അത് വേറെ ഉള്ളത് ലെൻസ്. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് അഡാപ്റ്റർ. കാരണം ഇത് ഫുൾ ഫ്രെയിം ക്യാമറ, അതുകൊണ്ട് നമുക്ക് അഡാപ്റ്ററിലാണ്ട് നോർമൽ ലെൻസ് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അഡാപ്റ്റർ വേണം. ഇപ്പോൾ ഇതിൻ്റെ നെഗറ്റീവ് ലെൻസ് ആണെങ്കിൽ അഡാപ്റ്ററിൻ്റെ ആവശ്യമില്ല, നമുക്ക് ഡയറക്റ്റ് മൗണ്ട് ചെയ്ത് യൂസ് ചെയ്യാം. അത് സ്ക്രീൻ നമുക്ക് ഡിലീറ്റ് ചെയ്ത് യൂസ് ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ക്യാമറ വിശേഷങ്ങൾ. അല്ലെങ്കിൽ പിന്നെ ട്രൈപോഡും ബാക്കി കാര്യങ്ങളൊന്നുമില്ല, അതൊക്കെ ഇനി എനിക്ക് വാങ്ങണം പതിയെ. ഞാനിപ്പോൾ നിലവിൽ എന്തെങ്കിലും ഷൂട്ട് ഇതൊക്കെ വരുമ്പോൾ റെൻ്റ് എടുക്കും. ലെൻസ് ആയാലും എന്തായാലും റെൻ്റ് എടുക്കും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഈ ട്രൈപോഡൊക്കെ സെറ്റ് ചെയ്യണം, പതിയെ ഡെവലപ്പ് ചെയ്ത് വരണം. ഓക്കെ, താങ്ക് യു. ഈ ക്യാമറയിൽ റീസെൻ്റായിട്ട് എടുത്ത കുറച്ച് ഫോട്ടോസും കൂടി ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.